ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും നീർദോശയുടെയും അതുപോലെ ഓട്ടടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടച്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ സൈസിലുള്ള ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഒരു പകുതി, ഏകദേശം പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള എരിവാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടച്ചക്ക മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കടച്ചക്ക വെന്ത് ഉടഞ്ഞ് പോവരുത്, എന്നാൽ നന്നായിട്ട് വേവാൻ വേണം. ആ രീതിയിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, അതുപോലെ 1 ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് മൊരിച്ച് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ കൈ വെച്ച് ഉടച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. എന്നാൽ വെന്തിട്ട് ഉടഞ്ഞ് കലങ്ങി പോവരുത്. കടച്ചക്ക പെട്ടെന്ന് വേവും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിയുടെ ലൂസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാകത്തിന് ആദ്യം തന്നെ ചേർത്തത് കൊണ്ട് ഇപ്പോൾ വീണ്ടും ചേർക്കണില്ല. ഇതിപ്പോൾ കറിയൊക്കെ നന്നായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കറി നന്നായിട്ടും തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കാം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കറി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നാടൻ ടേസ്റ്റിൽ കടച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് അടിപൊളിയായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും നീർദോശയുടെയും ഓട്ടടയുടെയും കൂടെ കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.